Dear students, let us discuss Civics Chapter 5 Universal Franchise and India's Electoral System. In this chapter, we are going to find answer for three major questions. First one, what is universal adult franchise? Second one, what is an electoral system? Third one, how does India's electoral system work? What do you mean by universal adult franchise? This means that every adult citizen gets one vote and all votes have equal value. Every Indian citizen aged 18 and above has the right to vote, irrespective of caste, creed, race, religion, gender, education, income, etc. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ പൗരന്മാർക്കും എന്ന് പറയുമ്പോൾ 18 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം. നമ്മളങ്ങനെ പറയാൻ കാരണം നേരത്തെ നമ്മളിതിൽ കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. ജാതി, മത, വർഗ, വർണ്ണ, സാമ്പത്തിക വ്യത്യാസങ്ങളൊന്നുമില്ലാതെ 21 വയസ്സായ ഏതൊരാൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ പണ്ട് കാലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ടായിരുന്നില്ല. അതുപോലെ ചില ദേശങ്ങളിൽ സ്വന്തമായിട്ട് ഭൂമിക്ക് ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ. ബട്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഡിസൈഡഡ് ദാറ്റ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് വുഡ് ബി a feature of Indian democracy right from the outset. Universal franchise is a cornerstone of Indian democracy. Elections to Lok Sabha, the legislative assembly of every state and union territory, and all the local elections in villages and cities are based on universal franchise. We know that നമ്മുടെ വീട്ടിൽ 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. വോട്ട് ചെയ്യാനുള്ള സംവിധാനം, പ്രായമായവർക്ക് പോലും വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഇന്ന് ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 326 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് അഡൾട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ പ്രായപൂർത്തി വോട്ടവകാശം. ഭരണഘടനയുടെ 326 വകുപ്പ് അത് നമുക്ക് അനുവദിച്ച് തരുന്നുണ്ട്. ബട്ട് റിമെമ്പർ വൺ തിങ്, നോ വൺ ക്യാൻ വോട്ട് ഓൺ അനദേഴ്സ് ബിഹാഫ്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് കുടുംബാംഗത്തിൽ സുഹൃത്തുക്കൾക്കോ ആർക്കും മറ്റൊരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറ്റില്ല. അവനവൻ്റെ വോട്ട് അവനവൻ തന്നെ പോളിംഗ് ബൂത്തിൽ പോയി ചെയ്യണം. Now let us discuss what are the requirements to cast the vote. As we know, every Indian citizen above the age of 18 can cast their vote. But you need to be registered as a voter in your constituency. There are 543 constituencies in India. Do you know what is a constituency? Constituency is an area whose voters elect a representative to a legislative body. അതായത് നമ്മൾ ഓരോരുത്തരും ഓരോ നിയോജക മണ്ഡലത്തിലാണ് ജീവിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മളുടെ MLAയെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങൾ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അല്ലെങ്കിൽ നിയോജക മണ്ഡലത്തിലാണ് ജീവിക്കുന്നതെന്ന്. ആ നിയോജക മണ്ഡലത്തിലാണ് നമുക്ക് വോട്ടേഴ്സ് ID കിട്ടുന്നത്. We have to register our name in our own constituency. We know about the voters ID. We can cast our vote only if we have a voters ID. And some people are barred from casting their vote. Who are they? Some people, those who are guilty of committing certain serious crimes, they are barred from casting vote. അപ്പോൾ നമുക്ക് 18 വയസ്സ് പൂർത്തിയാകണം. നമുക്കൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ജീവിക്കുന്നത്. അവിടെ നമ്മളുടെ പേര് രജിസ്റ്റർ ചെയ്ത് നമ്മൾക്കൊരു വോട്ടേഴ്സ് ID ഉണ്ടാകണം. അപ്പോഴാണ് നമുക്ക് ആ വോട്ടേഴ്സ് IDയുമായി പോയിട്ട് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്.
പിന്നെ എന്താണ്, ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക്, ജയിലുകളിലും മറ്റും കിടക്കുന്ന ആളുകൾ, ഏതെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, ആൻറ്റി നാഷണലിസ്റ്റുകൾ എന്ന് നമ്മൾ പറയും, അങ്ങനെയുള്ളവർക്കൊന്നും വോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. The next point we can discuss in the next class. If you like this class, you can subscribe this channel and you can share it to your friends. Okay, thank you.